ഹണി ഒന്ന് മതിയാക്ക്. ഇങ്ങനെ ഗെയിം കളിച്ചോണ്ടിരുന്ന നിന്റെ തലച്ചോറ് ചൂടാവും. അതിന് തലക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ചൂടാവുള്ളൂ. ശരിയാ. എന്താടാ പൂച്ചേ, നീ എന്തിനാ റിമോട്ട് കൊണ്ട് കളിക്കുന്നേ? ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നു മുട്ട്. അല്ല, താനെങ്ങനെ അതിന്റെ അകത്തുനിന്ന് പുറത്തു വന്നത്? കുറെ നേരമായി ഈ മിഷ്യം വെച്ച് നീ എന്നെ തല്ലി ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിട്ട് ഇനി മതി. ഒരു സുമോ ഗുസ്തിക്കാരനായ തനിക്കെങ്ങനെ മലയാളം അറിയാം? എടോ പൂച്ചേ, എന്റെ അമ്മ ഒരു സ്വദേശിയാണ്. എന്റെ അച്ഛൻ ഒരു സുമോ ഗുസ്തിക്കാരനും. അച്ഛനാണെങ്കിൽ എന്നെ ലങ്കോട്ടി എടുപ്പിച്ച് ഗുസ്തിക്കിറക്കാനായിരുന്നു പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അമ്മയുടെ ആഗ്രഹം ഞാനൊരു റിംഗിലിറങ്ങി ബോക്സിംഗ് ചാമ്പ്യൻ ആവുക എന്നതായിരുന്നു. അതുകൊണ്ട് ഞാനങ്ങ് റിംഗിലേക്ക് ലങ്കോട്ടി എടുത്തോണ്ടിറങ്ങി. പിന്നെ സുമോ ഗുസ്തിക്കാരനായിട്ട് മാറി. നിങ്ങളെ നേരിട്ട് കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കൊതുകിനെ പോലെ അടിച്ചു പരത്തും, പാറ്റയെ പോലെ ചവിട്ടി അരച്ചു പരത്തി എടുക്കും ഞാൻ. എന്റെ അമ്മോ, ഈ ഭിത്തികൾ വല്ല കരിക്കല്ല് വിട്ടുണ്ടാക്കിയതാണോ? വല്ലാത്ത ഇടിയായി പോയി. ഓടിക്കളഞ്ഞോ? എടാ പൂച്ച, എങ്ങോട്ടാ ഓടിയത്? നിന്നെ ഞാൻ തെരഞ്ഞു പിടിച്ച് ഇടികല്ല് വെച്ച് ഇടിച്ച് ചമ്മന്തിയാക്കും. അല്ല, ഈ ഹണി ഇത് എങ്ങോട്ട് പോയി? ഇവിടെയെങ്ങും കാണുന്നില്ലല്ലോ. അത് അവിടെയുണ്ട്. എടാ, നീ അവിടെ എന്ത് ചെയ്യാ? ഞാനിവിടെ ഒളിച്ചിരിക്കുകയാണ്. അതെന്തിനാ? ഇപ്പൊ എന്ത് ഗുലുമലാണ് നീ ഒപ്പിച്ചത്? ഈ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് പൊട്ടിയത്? ഞാനായിട്ടൊന്നും പൊട്ടിച്ചിട്ടില്ല. ആ സുമോ ഗുസ്തിക്കാരൻ എന്നെ ഇടിക്കാൻ വന്നു. അവനെ പൊട്ടിച്ചത്. സുമോയോ? അതേത് സുമോ? അത് വീഡിയോ ഗെയിമിലുള്ള ഫൈറ്ററാണ്. അതെ. നീ ഒരു കഴുത തന്നെയാ. നിന്നെ ഗെയിമിൽ വെച്ചാണ് ഇടിച്ചെങ്കിൽ ആ ഗെയിം അങ്ങ് ഓഫാക്കിയ പോരായിരുന്നോ? ഇങ്ങനെ ഒളിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ? അയാൾ ഗെയിമിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നായിരുന്നു. ഡ്രോയിങ് റൂമിൽ വെച്ചാണ് ഇടിക്കുന്ന സമയത്ത് ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും അയാൾ പൊട്ടിച്ചു. ഇവൻ ഓൾറെഡി കഴുതയായിരുന്നു. ഇപ്പതാ മുഴുവൻ വട്ടുപോയി. സംശയമുണ്ടോ? കൂട്ടുകാരെ, ഞാൻ സത്യമാണ് പറയുന്നത്. ഓഹോ, കുട്ടികളെ നിങ്ങൾ ടെറസിൽ പോകുമ്പോ തുണിയെടുക്കാൻ മറക്കല്ലേ. ഇപ്പൊ പുറത്തേക്കൊന്നും പോയേക്കല്ലേ. അതെന്താ? ഓഹോ, ഒരു സുമോ ഗുസ്തിക്കാരൻ വീഡിയോ ഗെയിം കളിക്കുന്ന കുട്ടികളെ അന്വേഷിക്കുന്നുണ്ട്. 2 കുട്ടികളെ ഇന്ന് അവൻ പൊക്കിയിട്ടുമുണ്ട്. എന്താ? പിള്ളേര് അപകടത്തിലാണ്. നമുക്ക് അവരെ രക്ഷിക്കണം. വേഗം വാ. കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിനി വീട്ടിലേക്ക് പോവാലോ. ഇവർ ആപത്തുകൾ ക്ഷണിച്ചു വരുത്തുകയാണല്ലോ. എടാ, ഒന്ന് വേഗം പാടാ. കുട്ടികളെ വേഗം ഒളിപ്പിക്ക്. ആ ഗുസ്തിക്കാരൻ കുട്ടികളെ പിടിച്ചോണ്ട് പോവുകയാണ്. അതിനിത്ര പേടിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? എന്റെ ഹസ്ബൻഡ് ഒരു ബോക്സറാ. എടിയാ, ഹസ്ബൻഡ് ഞാൻ തന്നെയല്ലേ. അച്ഛനാ പറയുന്ന കുട്ടികളെ ഒളിപ്പിക്ക്. അവനോട് ഏറ്റുമുട്ടാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇന്നതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ആ സുമോ ഗുസ്തിക്കാരന്റെ കയ്യിൽ നിന്ന് കുട്ടികളെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. സംശയമുണ്ടോ? കൊച്ചലെ അതേ നോക്കിയ റിമോട്ട് മഴ പെയ്യുകയാണ്. എടാ കഴുതേ, ഇത് മഴയല്ല. എല്ലാവരും അവരുടെ വീട്ടിൽ നിന്ന് റിമോട്ട് വലിച്ചെറിയാ. ഇനി മേലാൽ നീ ഇവിടെ വീഡിയോ ഗെയിം കളിച്ചു പോരുത്, കേട്ടല്ലോ. മിണ്ടി പോകരുത്. ഇനിയും നീ വീഡിയോ ഗെയിം കളിച്ചാൽ ആ സുമോ ഗുസ്തിക്കാരൻ നിന്നെയും പിടിച്ചോണ്ട് അങ്ങ് പോവും. എനിക്ക് തോന്നുന്നത് ആ സുമോ ഗുസ്തിക്കാരനെ കുറിച്ച് എല്ലാരും അറിഞ്ഞുവെന്നാണ്. അതെ, കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് ആ സുമോ ഗുസ്തിക്കാരനെ പിടിക്കണം. അതെ,
ഞങ്ങളുടെ ദേഹത്ത് വന്ന് ഇടിക്കാനുള്ള വല്ല കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടോ ഇവിടെ? രാവിലെ തുടങ്ങിയതാ ഈ കൂട്ടയിടി, ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. സംശയമുണ്ടോ? സോറി, എന്റെ മനസ്സാകുന്ന കാട്ടിൽ പേടിയുടെ വൃക്ഷങ്ങൾ തഴച്ചു വളർന്നു. അതുകൊണ്ട് ഓടുന്ന സമയത്ത് നിങ്ങൾ ആരെയും കണ്ണിൽ കണ്ടില്ല. പക്ഷെ താങ്കൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഓടുന്നത്? ഞാനും വീഡിയോ ഗെയിം കളിക്കാറുണ്ട്. അഥവാ ഈ കാര്യം ആ ഗുസ്തിക്കാരനെങ്ങാനും അറിഞ്ഞാൽ അയാൾ എന്നെ പൊക്കിക്കൊണ്ടുപോകും. അയാൾ കുട്ടികളെ മാത്രമാണ് പൊക്കുന്നത്. ഞാനും മനസ്സുകൊണ്ട് കുട്ടിയാണ്, വളരെ ക്യൂട്ടാണ്. എന്റെ ഈ തിളങ്ങുന്ന മുഖം ഇടികൊണ്ട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ. അയാൾ മാർക്കറ്റിലുണ്ട്, അതുകൊണ്ട് കാട്ടിലേക്ക് പോവുകയാണ് ഞാൻ. ഈ സുമോ ഗുസ്തിക്കാരന്റെ ശല്യം നാട്ടിൽ ഇല്ലാതാകുമ്പോൾ വൈകാതെ തന്നെ തിരിച്ചു വരും ഞാൻ. ബൈ ബൈ. കൂട്ടുകാരെ കേട്ടില്ലേ? അവൻ മാർക്കറ്റിലുണ്ട്. വേഗം വാ. അയ്യോ, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ, ഞങ്ങൾ ഇനി വീഡിയോ ഗെയിം കളിക്കില്ല. എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ എന്തായാലും വീഡിയോ ഗെയിം കളിച്ചേ പറ്റൂ. നിങ്ങളെല്ലാം ചേർന്ന് എന്നെ ശരിക്കടിക്കുന്നുണ്ട്. അടുത്തതിന് എന്റെ ഊഴമാണ്. ആ കുട്ടികളെ അങ്ങ് വിട്ടേക്ക്. നിന്നെ തന്നെയാണ് ഞാൻ ഇത്രയും നേരം അന്വേഷിച്ചുകൊണ്ടിരുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ ഇടിച്ചത് നീ തന്നെയാണ്. ആദ്യത്തെ ഇടി നിനക്കുള്ളതാണ്. ഈഷ്, മര്യാദയ്ക്ക് കീഴടങ്ങൂ ഗുസ്തിക്കാരാ. വെറുതെ നിയമം കയ്യിലെടുക്കരുത്. ഈഷ്, ഞാൻ നിന്നോട് പറഞ്ഞത് നിയമം കയ്യിലെടുക്കരുത് എന്നാണ്. പക്ഷെ നീ ഇപ്പോൾ നിയമം പാലിക്കുന്നവരെയാണ് കയ്യിലെടുത്തിരിക്കുന്നത്. ആ, പോലീസുകാർക്ക് ഇവനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ, നോക്കാം. എന്റെ അമ്മ, എന്റെ തല പൊളിഞ്ഞു പോയേ. ഒരു പേരൊക്കെ തല വീണപ്പോ അവന്റെ അവസ്ഥ ദാ ഇങ്ങനെയായി. സംശയമുണ്ടോ? അതെ, അവന്റെ തലയ്ക്ക് അധികം ബലമില്ല. ഗെയിമിൽ ഇവരെ തോപ്പിക്കണമെന്നുണ്ടെങ്കിലും തലയിൽ സാധാരണ കിക്ക് അടിക്കാറാണ് പതിവ്. എടാ കഴുതേ, ഇതൊന്നും നേരത്തെ പറയായിരുന്നില്ലേ? വേഗം വാ, ഇവന്റെ തലയിൽ നമുക്ക് അറ്റാക്ക് ചെയ്യാം. ഇൻസ്പെക്ടർ പാണ്ട, ആ കൊമ്പൊന്ന് കുലുക്കൂ. വലിയ പോപ്പട്ട അവന്റെ ജോലി ഭംഗിയായി ചെയ്തു. ഇനി അടുത്തത് നമ്മുടെ ഊഴമാണ്. വളരെ നന്നായിട്ടുണ്ട് കുട്ടികളെ, വളരെ നന്നായിട്ടുണ്ട്. ഞങ്ങൾ ഇവനെ അടിച്ചു തോപ്പിച്ചു. ഞങ്ങൾ ഇവനെ അടിച്ചു തോപ്പിച്ചു. ഞങ്ങൾ ഇവനെ അടിച്ചു തോപ്പിച്ചു. മര്യാദയ്ക്ക് ഉറങ്ങാൻ സമ്മതിക്കില്ല. ആവശ്യമില്ലാത്ത ഓരോ സ്വപ്നങ്ങൾ കണ്ടിട്ടും അതിന്റെ ഫലം അനുഭവിക്കുന്നത് ഞങ്ങളും. സംശയമുണ്ടോ? ഇത് നീ എന്ത് സ്വപ്നമാണ് കണ്ടത്?
ആ വീഡിയോ ഗെയിമിലുള്ള സുമോ ഗുസ്തിക്കാരൻ പുറത്തിറങ്ങി വന്നിട്ട് പിള്ളേരെ എല്ലാം പൊക്കിക്കൊണ്ടുപോയി. നാട്ടുകാരെല്ലാം പേടിച്ചും പോയി. മാർക്കറ്റിൽ വെച്ച് നമ്മളയാളെ ഇടിച്ചിടിച്ച് അവസാനം നമ്മളയാളെ തോപ്പിച്ചു. ഇവൻ ആ വീഡിയോ ഗെയിം കളിച്ച് വട്ടായെന്നാ തോന്നുന്നേ. സ്വപ്നത്തിൽ പോലും വീഡിയോ ഗെയിമാ. ഇന്നത്തോടവൻ വീഡിയോ ഗെയിം കളിക്കുന്നത് നിർത്തണം. ഇനി നിങ്ങളായിട്ട് എന്ത് നിർത്തിക്കാനാ? ഞാൻ കണ്ട ആ പേടിപ്പെടുത്തുന്ന സ്വപ്നം വെച്ച് നോക്കുമ്പോ ഇനി മേലെ ഞാൻ ആ വീഡിയോ ഗെയിമിന്റെ നേരെ പോലും നോക്കില്ല. അഥവാ ഇനി എങ്ങനെ ആ സ്വപ്നം സത്യമായാലോ? എടാ, ഓ. ആ,